साथिया 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 മക്കളെ എല്ലാ കാര്യം സെറ്റല്ലേ? ഞങ്ങൾ ഒരു കാര്യം ഏറ്റത് വിളിച്ച എല്ലാ കാര്യവും സെറ്റാ. ഞങ്ങളോ? ഞങ്ങളല്ല, ഞാൻ മാത്രം. വിളിച്ചൊരു കാര്യം അറിയോ? ഇവൾ ഇത്രയും നേരം കിടന്നുറങ്ങായിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ വന്ന് പറയണ നോക്ക്, എല്ലാം അവള് ചെയ്ത പോലെ. അയ്യേ കിച്ചു, ഇത് വളരെ മോശമായി പോയല്ലോ. സ്വന്തം അനിയത്തി മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടും കൂടി. അപ്പൊ പിന്നെ അവളുടെ പിറന്നാളിന് കിടന്നുറങ്ങാൻ പാടോ? ശേ, നാണക്കേട്. ഓ, ഈ പറയുന്ന എത്ര നേരം എടുക്കുമായിരുന്നു? കിടന്നുറങ്ങി തന്നെയായിരുന്നില്ലേ? ഞാൻ ഉറങ്ങി, സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചേട്ടന്റെ മോളല്ലേ, അപ്പൊ കിടന്നു ഉറങ്ങാൻ പാടോ പപ്പേ? പപ്പയ്ക്ക് ഉറങ്ങാം, ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പാടില്ലെന്ന് വെച്ചാ? സമ്മതിച്ചു, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയത് പോലല്ലോ നിങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? വിശ്വ, നീ ഓരോന്നും പറഞ്ഞ കൊച്ചിനെ എരിയേറ്റണ്ട. എന്ത് പറ്റിക്കിച്ചു? മുഖാകെ വാടിയിരിക്കുന്നു. മോൾക്ക് വയ്യേ? എനിക്കൊരു കുഴപ്പമില്ല വിളിച്ചാ, ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലേലും ഇവിടെയുള്ള ചിലർക്ക് ആകെക്കൂടിയുള്ള പണി ഉറക്കം തീറ്റയാ. ലച്ചു, നീ എന്റെ മോൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ മോൾ തീറ്റയും കുടിയും മാത്രമല്ല ചെയ്യുന്നേ, ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുകയും ചെയ്യും. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തവൾ പോലെ നിന്നിട്ടുണ്ടെങ്കിലോ, എന്റെ നല്ലത് കിട്ടും നിനക്ക്. നമ്മളൊന്നും പറയുന്നില്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അത് പ്രശ്നം. അതെന്താ കിച്ചു മോളെ നീ അങ്ങനെ പറഞ്ഞേ? കാര്യം പറ, എന്താ പറ്റിയത്? ലച്ചു നിന്നെ എന്താ ചെയ്തേ? എന്റെ പൊന്നു ചേട്ടാ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അവളുടെ കുറ്റം എന്റെ പാവം പിടിച്ച് ലച്ചുവിന്റെ തലയിൽ കൊണ്ടിടുന്നോള്. കാര്യം അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാ മതി. ഒന്നും അറിയില്ല എന്നിട്ട് ഓരോന്ന് ഇവിടുന്ന് പറയുകയും ചെയ്യും. ഇവളെന്താ ചെയ്തെന്നറിയോ? ഇവൾ എനിക്ക് ഉറക്കഗുളിക തന്നതുകൊണ്ടാ ഞാൻ ഉറങ്ങിക്കിടന്നത്. പിന്നെ എനിക്ക് മാത്രമല്ല ഉറക്കഗുളിക തന്നത്, പപ്പയ്ക്കും തന്നെയായിരുന്നു. ഉറക്കഗുളികയോ? എന്തിന് ഉറക്കഗുളികയോ? എന്തിന്? നിങ്ങളെ ചേച്ചി അനിയത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീർത്താ പോരെ. എന്തിനാ വെറുതിരിക്കുന്നത് എന്നെ അതിൽ വലിച്ചഴിക്കുന്നത്? അതിന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. അതൊന്നല്ല പപ്പേ, ഇന്ന് പിയുവിന്റെ പിറന്നാളായിട്ട് കേക്കും കുക്കീസും ഒക്കെ പപ്പയുടെ മോളുടെ വകയാ. അത് നമ്മൾ തിന്നാതിരിക്കാൻ വേണ്ടിട്ടാ നമുക്ക് ഉറക്കഗുളിക തന്നെ അവളെ കിടത്തി ഉറക്കിയത് നമ്മളെ. ഈശ്വര, വീണ്ടും കുക്കീസോ? കഴിഞ്ഞ വട്ടം കുക്കീസ് കഴിച്ചിട്ട് എന്റെ മോള് ഒരാഴ്ചയോ ഹോസ്പിറ്റലിൽ കിടന്നേ. ഈ പ്രാവശ്യം നീ തന്നെ എന്റെ മോളെ കാത്തോടെ എന്റെ കൃഷ്ണ. കുക്കീസോ? ലച്ചു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അടുക്കളയുടെ ഭാഗത്തോട്ട് പോരുന്ന്. പിന്നെ നീ ഇതിനെ കുക്കീസ് ഉണ്ടാക്കാൻ പോയേ? കഴിഞ്ഞ വട്ടം കുക്കീസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അനുഭവിച്ചതാ. ഇനി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കാൻ നോക്കാം. ഞാൻ ആരുടെ ഹെൽത്തിന് ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ വട്ടം ഒരു അബദ്ധം പറ്റിപ്പോയതാ. എല്ലാ വട്ടം ഇനി അബദ്ധം പറ്റണമെന്നൊന്നുമില്ലല്ലോ. ഈ പ്രാവശ്യം ഒരു തെറ്റും പറ്റില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കുക്കീസ് ഉണ്ടാക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിയുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുക്കീസാ. അതുകൊണ്ട് അവളുടെ ബർത്ത്ഡേക്ക് കുക്കീസ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തെന്നുള്ളൂ. എന്താ ഇവിടെ ഒരു ബഹളം? സമയാവാനായല്ലോ, എന്നിട്ട് ആരും പോയിട്ട് പിയുവിനെ വിളിക്കുന്നില്ലേ? ആ വന്നോ ദേവു, നീ ഇവള് കിച്ചണിൽ കയറിയത് കണ്ടില്ലേ? ഇവളോട് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ കിച്ചണിൽ കയറരുത്, പ്രീതുവിന് വേണ്ടി ഒന്നും ഉണ്ടാക്കരുതെന്ന്. എന്നാലും ഇതാ അവള് കിച്ചണിൽ കയറി. നോക്കി ലച്ചു, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദേവുനോട് പറയാലോ, ദേവ് ഉണ്ടാക്കി തരില്ലേ? അല്ല, നിങ്ങളുടെ അച്ഛന്റെ മക്കളുടെയും സെർവന്റ് ആണോ ഞാൻ? ചോദിക്കുമ്പോ ഉണ്ടാക്കി തരാനായിട്ട്. എന്റെ പൊന്നു ദേവു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പറഞ്ഞപ്പോ ഒരു ഫ്ലോവിന് അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ശരി, ലച്ചു പോയിട്ട് പ്രീതുവിനെ വിളിച്ചിട്ട് വാ. ശരി മമ്മി, ഞാൻ പോയിട്ട് വരാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ പൊക്കോളാം, നീ ഇവിടെ നിൽക്ക്. നീ ഇപ്പൊ പോണ്ട, ഞാൻ പൊക്കോളാം. നീ പോയാൽ ശരിയാവൂല. അതെന്താ ഞാൻ പോയാല്? നിന്നോടല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ പോണ്ടാന്ന്. വിടമാട്ടെ, എന്നിങ്ങിருந்து எங்க போக விட மாட்டேன். அயோக கிச்சு, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்பேன். ലച്ചു, കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നു. ആരെങ്കിലും ഒരാളെ പോയി വിളിച്ചിട്ട് വാ, ചെല്ല്. അത് വേണ്ട, ഗംഗയും നകുലിനോട് നിൽക്കട്ടെ. ഞാൻ പോയി എന്റെ മോളെ വിളിച്ചോളാം. അത് വേണ്ട വിളിച്ച, അവള് പൊക്കോളും, ഞാൻ അവിടെ നിന്നോളാം. വിളിച്ച ഞാൻ പൊക്കോളാം. വെളിച്ചം പോയാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ്ങളൊക്കെ ഉള്ളതാ, അതൊക്കെ വെളിച്ചം പോയാൽ തകരും. അതുകൊണ്ട് ഞാൻ പൊക്കോളാം, വെളിച്ചനോട് നിൽക്ക്. പിന്നീട് കിച്ചു പിയുവിന്റെ മുറിയിലേക്ക് ഓടി. മുറി തുറന്ന് അകത്ത് കയറി. ഒന്നും കാണുന്നില്ലല്ലോ. പിയു എവിടെ പോയി? ഇനി ബാത്റൂമിൽ എങ്ങനെ പോയി കാണോ? ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാലോ. പിയു, നീ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടോ? ഇതിന്റെ ഉള്ളിലൊന്നും കാണുന്നില്ലല്ലോ. ഇനി പിയു എവിടെ പോയി കാണും? ബാൽക്കണിയിൽ എങ്ങനെ ഉണ്ടാവോ? ഒന്ന് അവിടെയും കൂടി ചെക്ക് ചെയ്യാലേ.
പിയു, നീ ഇവിടെ നിൽക്കാണോ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ചേച്ചി എന്നെ അന്വേഷിച്ച് നടക്കായിരുന്നോ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ചേച്ചി, അതാ ഞാൻ ഇവിടെ വന്ന് നിന്നത്. സമയത്തായിട്ടോ? അല്ല, നിന്റെ കണ്ണെന്താടാ കലങ്ങിയിരിക്കുന്നേ? നീ കരയായിരുന്നോ? ഏയ്, ഞാൻ കരയൊന്നായിരുന്നില്ല ചേച്ചി, അത് ചേച്ചിക്ക് ഇവത്ത് തോന്നുന്നതായിരിക്കും. നോക്ക്, നീ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാ, അതുകൊണ്ട് എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിക്കാം. ചേച്ചി, എനിക്ക് നാട്ടിലൊന്ന് പോണം. എനിക്കെന്തോ നഷ്ടപ്പെടാൻ പോകുന്ന പോലെ. അത് ലച്ചുവിന്റെ കരച്ചിലല്ലേ? അവളെന്തിനെ കരയുന്നേ? അത് ശരിയാണല്ലോ, ഇവളെന്തിനെ കിടന്ന് കരയുന്നേ? വായോ, പോയി നോക്കാം. ലച്ചു, നീ എന്തിനാ കരയുന്നേ? അവള് ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ നിന്ന് മോങ്ങുന്നേന്ന്? കാര്യം പറ, എന്നിട്ട് മോങ്ങിക്കോ. ലച്ചു, എന്താടാ കാര്യം? കാര്യം പറ. ഞാനും പപ്പയും കിച്ചണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് പപ്പ ബോധം കിട്ടുകയും, എന്നിട്ട് ചെറിയച്ഛൻ എന്തേ? മമ്മിയും വലിയച്ഛനും കൂടി പപ്പയെ ഒരു വിധത്തില് മുറി കിടത്തിയിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, my dear Pritu. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ പിയു മോളെ. ഹാപ്പി ബർത്ത്ഡേ പ്രീതു മോളെ. ഹാപ്പി ബർത്ത്ഡേ പിയു. ഹാപ്പി ബർത്ത്ഡേ പ്രീതു. ഹാപ്പി ബർത്ത്ഡേ ചിട്ടി മോളെ. താങ്ക് യു എവരിവൺ. അല്ല, ഗിഫ്റ്റ് ഒന്നുമില്ലേ? വിഷ് മാത്രമുള്ളോ? പിന്നല്ലാണ്ട് ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. ആറ് പിശുക്കനും ഡോക്ടറുമായ നമ്മുടെ വിശ്വനാഥൻ ഒരു കുഞ്ഞു ടെഡി ബിയർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വിശ്വനാഥന്റെ മൂത്തപുത്രിയായ കൃഷ്ണപ്രിയ വിശ്വനാഥൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു മേക്കപ്പ് സെറ്റ്. പിന്നെ ഫേമസ് ഫാഷൻ ഡിസൈനറായ ദേവിക വിശ്വനാഥൻ തന്റെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച നല്ല തട്ടിപ്പൊളിപ്പൻ ഡ്രസ്. ഇത്രയും പോരെ? പിന്നെ വെളിച്ചന്റെ ഗിഫ്റ്റ് എന്താന്ന് ഇതുവരെക്കും വെളിച്ചം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാനുമില്ല. നിന്നോടായാലും ചോദിച്ചോ ഇതൊക്കെ എഴുന്നള്ളിക്കാനായിട്ട്? ഓഹോ, പ്രായമായതുകൊണ്ട് മമ്മയുടെ ചെവി മടിച്ചു പോയോ? അവളല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞേ ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഈ മമ്മി ആർമിസേ പോകാൻ പറ്റിയൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ ഫസ്റ്റ് എഡിറ്റിംഗ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് കുറച്ചൊക്കെ എനിക്കറിയാം, ഞാനത് പരിഹരിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ പിഴയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത പാർട്ടി കാണാം.